എൻ്റെ പേര് ജോയ്സ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാജേഷ്. ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. 2019 മെയ് 8 ആദ്യമായിട്ട് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. അപ്പം ഞങ്ങളൊരു ദിവസം എടപ്പള്ളി പള്ളിയിൽ വന്നപ്പം അവിടെ ഞങ്ങൾക്ക് കൃപാസന പത്രം കിട്ടി. അപ്പോൾ അതിൽ ആദ്യത്തെ ഹെഡിങ്ങിൽ ഇങ്ങനെ കണ്ടു, ഉടമ്പടി ഉടനടി പരിഹാരം. അപ്പം പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ വന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് പരിശുദ്ധ അമ്മ ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആദ്യമേ തന്നെ കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ 2019 മെയ് മാസത്തിൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിരുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ട് ഇവിടെ വരെ ഞങ്ങൾ ജപമാല എത്തിച്ചു വന്നു. അന്ന് അച്ഛനെ കാണണമെങ്കിൽ ഇവിടെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. നമുക്കിപ്പം ഉള്ള പ്രോസസ്സ് പോലെ അല്ലായിരുന്നു അന്ന് ഇവിടെ വന്ന് നിന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ തിക്കും തിരക്കും ആയതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛനെ അങ്ങനെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ സൈഡിലിരുന്ന് ജപമാല എത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം ആ ലൈനിൽ നിന്ന ആളുകളെ കാണാതെ അച്ഛൻ ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങളുടെ ആവശ്യം, എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വെച്ചിരുന്നത് അമേരിക്കയിലേക്ക് പോകാനായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഇത് ഞങ്ങൾ വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വേറെ രാജ്യം നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറെ രാജ്യത്തേക്ക് നോക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരുന്നു. പക്ഷേ എങ്ങനെ എന്ന് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം എൻ്റെ ഹസ്ബൻഡ് യോഗ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ആ ഒരു വിസയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ വെക്കാനായിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിൽ വെക്കണ്ട, എൻ്റെ ജോബിൽ വെച്ചിട്ട് നോക്കാൻ പറഞ്ഞു. ഞാനൊരു ടീച്ചറാണ്. പക്ഷെ ടീച്ചറിന് എങ്ങനെ പോകാം, ഒരു നേഴ്സാണെങ്കിൽ OET എഴുതി പോകാം, IELTS എഴുതി പോകാം. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായ വ്യക്തതയൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പരിശുദ്ധ അമ്മയോട് ചോദിച്ചത് എങ്ങനെ സംഭവിക്കും, ഞങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് IELTS എഴുതാൻ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ തണലിൽ വിദേശത്തേക്ക് പോകുക എന്നുള്ള ഒറ്റൊരാഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ തന്നെ എഴുതണം എന്നുള്ള തീരുമാനമായി. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്നിധി ഞങ്ങൾ ഉടമ്പടി പാലിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ മുന്നോട്ട് പോന്നു. അങ്ങനെ 2019 ഞങ്ങൾ IELTSന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആകെ നിരാശയായിട്ട് വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വിളിച്ചു. ആളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഫ്രണ്ട് കാനഡയിലാണ്. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ട്രൈ ചെയ്യാൻ പറഞ്ഞു. അന്ന് വീണ്ടും IELTS എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ IELTS എഴുതാൻ വീണ്ടും ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് നാട്ടിലേതെങ്കിലും ജോബ് ശ്രമിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതിലോട്ട് ഞങ്ങളുടെ പ്രോസസ്സിങ് പതുക്കെ അങ്ങോട്ടേക്ക് ഞങ്ങൾ മാറ്റി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ആ ഫ്രണ്ട് ഞങ്ങൾക്ക് നല്ലൊരു കൺസൾട്ടൻസി അവിടുത്തെ കാനഡയിലുള്ള ഒരാളെ തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയി വെസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം വെസ്സിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഞങ്ങൾ അന്നേരം തന്നെ ചെയ്തു. അത് കഴിഞ്ഞ ഉടനെയായിരുന്നു നമ്മുടെ ലോക്ക്ഡൗൺ ആരംഭിച്ചത്. കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആരംഭിച്ചു. അതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും തീർന്ന് ഞങ്ങളത് ക്ലോസ് ചെയ്തു. അങ്ങനെ ഇരുന്ന് ഇപ്പം എല്ലാവരും കൊറോണയുടെ സമയത്ത് പലതരത്തിലുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് കൊറോണ സമയം വളരെ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായിരുന്നു. അന്ന് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിച്ചു. ഞങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ആർക്കും ജോലിയില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ. പക്ഷെ ഞങ്ങൾ നേരത്തെ എഴുന്നേൽക്കും, എല്ലാം ഫുഡും എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്യും. അതിനുശേഷം ഫുള്ള് ത്രൂ ഔട്ട് ഞങ്ങളുടെ പ്രെയർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഉടമ്പടിയൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ വിഷമമുണ്ട്, പക്ഷേ ഉള്ളിൽ ഞങ്ങൾക്ക് ഭയങ്കര ആനന്ദമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് പെട്ടെന്ന് സാറ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബസ്സിൻ്റെ പേപ്പർ, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നെടുത്ത് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പം നമുക്കത് നോർമലി ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് ആവും. ഒരു വർഷത്തെ ഡിഗ്രി പേപ്പറിന് തന്നെ നല്ലൊരു പൈസയാകും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ചെയ്യുവാണെങ്കിൽ. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആ സമയത്ത് ഓൺലൈനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്തു.
30,000 രൂപയുടെ സംഭവം ഞങ്ങൾക്ക് വെറും 3,000 രൂപയ്ക്ക് ഞങ്ങൾക്കത് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്നു. ലോക്ക്ഡൗൺ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ സമയത്ത് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു എംപ്ലോയർ നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് റെഡിയാണോ എന്ന്. അപ്പം ആൾ പറഞ്ഞു റെഡിയാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. സാർ എന്നോട് എൻ്റെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സംസാരിക്കാനായിരുന്നു. സാർ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ വീണ്ടും സാറ് വിളിച്ചു, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ആളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല അവൾ ചെയ്യും, അവൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു ടെൻഷൻ വന്നിട്ടാ, സാറ് വിളിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്, അത് ഓക്കെ ആക്കിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ റെഡി ആവണം, നാളെ അല്ലെങ്കിൽ നാളെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഇൻ്റർവ്യൂവിന് വിളിക്കും. അരമണിക്കൂറാണ്, 15 മിനിറ്റ് ഓഡിയോയും 15 മിനിറ്റ് വീഡിയോ കോളിലുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഒരു ഭയങ്കര ശക്തി എനിക്ക് തോന്നി. ഞാൻ മാതാവിനോട് ജപമാല എത്തിച്ചും മാതാവിന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയും ഒക്കെ പ്രാർത്ഥിച്ചു. ആളും കൂടെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ടൈമായി, ഞങ്ങൾക്ക് നൈറ്റിലാണ് ഇൻ്റർവ്യൂ പറഞ്ഞിരുന്ന സമയം. ആ സമയത്ത് ഈശോയുടെയും കൃപാസനമ്മയുടെ മുമ്പിൽ ആൾ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അരമണിക്കൂറിൻ്റെ ഓഡിയോയും 15 മിനിറ്റ് ഓഡിയോ 15 മിനിറ്റ് വീഡിയോ. അതങ്ങനെയല്ലായിരുന്നു, 1 മണിക്കൂർ വീഡിയോ ആയിരുന്നു. ആ 1 മണിക്കൂർ വീഡിയോയിൽ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഫോർമലായിട്ടുള്ളതല്ലായിരുന്നു, ഇൻഫോർമലായിട്ട് തന്നെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം അവർ പറഞ്ഞു നിന്നെ പ്രൊസീഡ് ചെയ്തിരിക്കുന്നു, സെലക്ട് ചെയ്തിരിക്കുന്നു, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വേണ്ടി ചെയ്യുന്ന സാറിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. പക്ഷേ ആ ജോബ് കുറച്ച് ടഫ് ഉള്ളതായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ മാതാവേ ഇതെനിക്ക് ഒരുപാട് ജോലി ചെയ്യേണ്ടി വരുമല്ലോ, അപ്പം ഞാൻ കുറേ ടെൻഷൻ അടിക്കേണ്ടി വരും. ഇതെനിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ജോലിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ ആഗ്രഹമല്ലേ, ഞാൻ അതിന് മുന്നോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നു. വീണ്ടും IELTS എക്സാം എഴുതാൻ പറഞ്ഞു. അങ്ങനെ IELTS എക്സാം എഴുതാൻ വേണ്ടി പോയി. അത് വീണ്ടും പോകുന്ന സമയത്ത് ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞ് വരും. റിസൾട്ടിൻ്റെ വരുന്ന തലേ ദിവസം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ, എൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നീ എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. രാവിലെ നേരം വെളുക്കാറാകുമ്പോൾ എനിക്ക് സ്വപ്നത്തിൽ അമ്മ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഈ പരീക്ഷയ്ക്ക് പോയി, നിനക്ക് ഇല്ല, റീഡിങ്ങിന് സ്കോർ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു സത്യമാണോ? സത്യമായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേക്കുന്ന പാടെ എല്ലാ ദിവസവും ഫോൺ ഫസ്റ്റിലെ ഫോൺ എടുത്തപ്പോൾ എൻ്റെ റിസൾട്ട് കിടക്കുക. റീഡിങ്ങിന് ഞാൻ പോയി. അപ്പം ഞാൻ വന്ന് പറഞ്ഞു റീഡിങ്ങിന് പോയി, ഇനി എനിക്ക് വയ്യ, ഇനി ഒരു എക്സാം എഴുതാനെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞു, സാറേ ഇങ്ങനെ പോയി, ഇനി ആൾക്ക് എഴുതാൻ പറ്റിയല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറ് കുറേ ചീത്ത പറഞ്ഞു. 1 അവർ നിങ്ങൾക്ക് വീഡിയോ കോളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സാകാൻ പറ്റിയ ആൾക്ക് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല, അത് നിങ്ങൾ ശരിക്കും ഉത്സാഹിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു 3-ാം തവണ. അപ്പം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഇല്ല, ഞാൻ തനിച്ചായിരുന്നു 2 വട്ടവും പരീക്ഷ എഴുതിയത്. അങ്ങനെ 4-ാമത്തെ തവണ അങ്ങനെ 3-ാം തവണ എഴുതി, അതും കിട്ടിയില്ല. 4-ാം തവണയായപ്പോൾ എനിക്ക് ഓൺലൈൻ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സാറിനെ, പരിശുദ്ധ അമ്മ, ഞങ്ങളിവിടെ വന്നിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വീട്ടിലിരുന്ന് ശക്തമായിട്ട് ഒന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഉടമ്പടി ജീവിതം, ഉടമ്പടി തന്നെ സന്തോഷത്തോടു കൂടെ പോവുകയാണ്. അന്നേരം ഇതൊക്കെയാണെങ്കിലും പിന്നെ ത്രില്ലായി എനിക്ക്. IELTS എക്സാം തോറ്റുപോയാൽ വീണ്ടും എഴുതാലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 4-ാം തവണ IELTS എക്സാം എഴുതാൻ നേരത്ത് ഈ സാറിൻ്റെ അടുത്ത് ഞാൻ കോച്ചിങ് നടത്തിയ സാറാണെങ്കിൽ നല്ലൊരു ദൈവാനുഗ്രഹവും ദൈവാരൂപിയുള്ള നല്ലൊരു സാറ്. അപ്പം എനിക്ക് എൻ്റെ എവിടെയാണോ ബ്ലോക്കായി കിടക്കുന്നത് അത് കണ്ടുപിടിച്ച്, അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഹോം ട്യൂട്ടറിനെ വെക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് ആ സാറിനെ കിട്ടിയത്. എപ്പോഴും 24 അവേഴ്സും എനിക്ക് സാറിനെ വിളിച്ച് എന്ത് വേണമെങ്കിലും സംസാരിച്ച് എൻ്റെ ക്ലിയർ ചെയ്ത് എനിക്ക് എടുക്കാമായിരുന്നു. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫീസൊന്നും സാറ് നോക്കുന്നില്ല, നമുക്ക് എത്രമാത്രം ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് മാത്രം ആൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ IELTS എക്സാം എഴുതാറായി, നന്നായിട്ട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ക്ലിയറായി. അപ്പോൾ സാറിനും നല്ല സന്തോഷമായി. സാറ് പറഞ്ഞു ടീച്ചറിന് എന്തായാലും കിട്ടും, ധൈര്യത്തോടെ കൂടെ പോക്കോ, നല്ല സ്കോർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റായി. കാരണം വെച്ചാൽ കഴിഞ്ഞ 3 പ്രാവശ്യം പോയി, ഇനിയിപ്പോൾ എനിക്ക് ഞാനിപ്പോൾ നന്നായി ട്രെയിൻ ചെയ്തിട്ട് പോകുന്നതല്ലേ, അപ്പോൾ അത്രമാത്രം കോൺഫിഡൻസ്, ഭയങ്കര സന്തോഷത്തോട് ഭയങ്കര ഉത്സാഹത്തോടു കൂടിയാണ് എൻ്റെ സ്പീക്കിംഗ് എക്സാമിന് വേണ്ടി പോകുന്നത്. കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ആ ലോക്കറ്റും പിടിച്ചാണ് ഞാൻ പോകുന്നത്. ചെന്നു
ഇനി ലാസ്റ്റത്തെ കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ. അങ്ങനെ ലാസ്റ്റ് ഞാൻ അറിയുന്നില്ല ഞാനാ ലാസ്റ്റത്തേന്ന്, പക്ഷെ ലാസ്റ്റ് കയറി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മ തന്നെ എനിക്ക് വന്ന് എക്സാമറായിട്ട് വന്നിരിക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം നല്ലൊരു കാണാൻ നല്ല ഫെയറായ നല്ലൊരു മാമായിരുന്നു എൻ്റെ എക്സാമിനർ. ഞാൻ ചെന്ന് കയറിയപ്പം തൊട്ട് എൻ്റെ എക്സാം തീരുന്നിടം വരെയും ഐ കോണ്ടാക്റ്റ്, ആ മാമിൻ്റെ കണ്ണ് എൻ്റെ മുഖത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. ആകെ എൻ്റെ കോൺഫിഡൻസ് എല്ലാം അങ്ങ് പോയി, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ഞാൻ ആകെ വിറങ്ങലിച്ച് ആ എക്സാമിൻ്റെ മുമ്പിൽ ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ വളരെ കോൺഫിഡൻസായി വന്നിട്ട് എനിക്ക് ഇത് ഉറപ്പായിട്ടും കിട്ടുന്ന പ്രതീക്ഷ വന്നു. എൻ്റെ എല്ലാം പോയല്ലോ, ഇനി എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻ, അപ്പം ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, കുറേ വർഷങ്ങളിലെ ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ എവിടെ നിന്ന് ചോദിച്ചാൽ അതുപോലെ നല്ല നല്ല വേർഡ്സുകൾ അപ്പോൾ എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ റെഡി ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എന്നോട് പ്ലാനറ്റ്, സ്കൈ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആയതുകൊണ്ട് ചോദിച്ചതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റി. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയ ഒരു രീതിയിലൊന്നുമല്ലായിരുന്നു എൻ്റെ ഉത്തരങ്ങളൊന്നും. അപ്പം മാം എന്നോട് ചോദിച്ചു, താൻ എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആയതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇറങ്ങി. അപ്പം എല്ലാ പ്രാവശ്യം എക്സാം എഴുതി കഴിയുമ്പോൾ ചെറിയൊരു കോൺഫിഡൻസും ചെറിയൊരു പ്രതീക്ഷയും വെച്ചാണ് ഞാൻ വരാറുള്ളത്. പക്ഷേ അന്ന് എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി ഇനി ചെയ്യാം, എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ ചെയ്യാം, ഇത് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, നിനക്കിത് കിട്ടും, ഉറപ്പാണ്, അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ ഇനി കൈവിടുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. നെക്സ്റ്റ് ഡേ എക്സാമിന് പോയി. അത് റിട്ടൺ എക്സാമാണ്. അതൊക്കെ എനിക്ക് കറക്റ്റ് ടൈമിങ്ങിൽ, ഒരു ടൈം പോലും വ്യത്യാസമില്ല, കറക്റ്റ് ടൈമിങ് എക്സാം എഴുതി ഞാൻ പുറത്തിറങ്ങി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഈ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇനി ഞാൻ സാറിനോട് ഞാൻ എന്തു പറയും? പിന്നെ എന്നെ പഠിപ്പിക്കുന്ന സാറിന്, പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല സ്കോറ്, ഞാൻ മാത്രം ഇനി അവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ മാറുമല്ലോ എന്നുള്ള ഭയങ്കര വേദന. പിന്നെ ഞാൻ കൈവിട്ടില്ല. ഞാൻ ജപമാല എത്തിക്കുകയും ഉടുമ്പടി, കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നന്നായി കട്ടിക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ ഭയങ്കര പ്രാർത്ഥന ആരംഭിച്ചു. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് സ്പീക്കിങ്ങിന് ഏറ്റവും സ്കോർ കിട്ടിയത് സ്പീക്കിങ്ങിന്. ബാക്കി എല്ലാത്തിനും ഞങ്ങൾക്ക് ആവശ്യമായ നല്ല സ്കോർ കിട്ടി. ഞങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ടാസ്ക്, ഞങ്ങൾക്ക് കാശ് വേണം. ഞങ്ങളുടെ കയ്യിൽ അന്നേരം ഒട്ടും കാശുണ്ടായിരുന്നില്ല. വെറും 250 രൂപയെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞു, ഈ പരിപാടിക്ക് നിൽക്കണ്ട, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇത്ര എത്തിച്ച അമ്മ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്ക് എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് ഞങ്ങൾ പലരോട് ചോദിച്ചു. ആർക്കും അന്നേരം ഒരു നല്ലൊരു എമൗണ്ട് പൈസയുണ്ട്. ആ പൈസ എടുക്കാൻ ആരുടെ കയ്യിലും ഇല്ല. അപ്പോൾ എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു, ഉറങ്ങിയില്ല, രാത്രി ഉറങ്ങിയില്ല, ഉറങ്ങാതെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ജപമാല എത്തിച്ചപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോയ സമയത്ത് ഒരു വലിയൊരു വളവിൽ കൂടെ ഒരു ജീപ്പ് പോകുന്നുണ്ട്. ആ ജീപ്പിൻ്റെ മുമ്പിൽ ഒരു പച്ചക്കൊടി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ കാര്യം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തൊരു കാര്യമാണ്, ഇതിൽ നിന്നും പേടിക്കേണ്ടാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, അങ്ങനെ എനിക്ക് ഉറപ്പായിട്ടൊരു വചനം തായോ എന്ന് പറഞ്ഞു. വചനം എടുത്തപ്പോൾ ഈശോ എനിക്കൊന്ന് വചനം, ഏശയ്യ 55-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിലിപ്രകാരമാണ് പറയുന്നത്, ഫലരഹിതമായി ഇത് തിരിച്ചു വരില്ല, എൻ്റെ ഉദ്ദേശം ഞാൻ നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നിങ്ങൾ നയിക്കപ്പെടും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും, മുൾച്ചെടികൾക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സരളവൃക്ഷവും ഞാൻ മുളപ്പിക്കും. ഇത് കർത്താവിനൊരു ശാശ്വതമായ ഒരു ഉടമ്പടിയായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ഒരു ശാശ്വത ഉടമ്പടിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇത് ഈശോ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കോൾ വന്നു, ക്യാഷ് റെഡിയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വേഗം സ്റ്റാർട്ട് ചെയ്തോളാം. അങ്ങനെ അത് കാര്യങ്ങൾ ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞങ്ങൾക്ക് പെട്ടെന്ന് ഫയൽ നമ്പർ വന്നു, എല്ലാം ശരിയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. എൻ്റെ ബയോമെട്രിക് വന്നില്ല. 2022 ആയപ്പോൾ എൻ്റെ ബയോമെട്രിക് എത്തി. നേരം ഞങ്ങൾ 9ാമത്തെ ഉടമ്പടി പുതുക്കി.
പുതുക്കി കഴിഞ്ഞു. ഞങ്ങൾക്കിത് കിട്ടുന്നില്ലേ, ഞങ്ങൾ ഉടമ്പടി ഇങ്ങനെ പുതുക്കിക്കൊണ്ട് ഉടമ്പടി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക. പലരും ഞങ്ങളെ കളിയാക്കി, നിങ്ങൾ എത്ര നാളായി തുടങ്ങിയിട്ട് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇപ്പോൾ ഇതൊക്കെ നേഴ്സുമാർക്കൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിലൊന്നും ഞാൻ വീണില്ല. പറയുന്നവരോടൊക്കെ പറയും പരിശുദ്ധാമ്മ തരും. പിന്നെ എനിക്ക് ശക്തി ഈ വചനമായിരുന്നു. ഉറപ്പായിട്ടും ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, എൻ്റെ ഈശോയെ ഇത് കിട്ടാതെ വരുമോ? അന്നേരം എൻ്റെ മനസ്സോട് വരും, ഫലരഹിതമായി ഇത് തിരിച്ചു വരില്ല, എൻ്റെ വിസ റിജക്ഷൻ ആവത്തില്ല, ഞങ്ങൾക്കിത് കിട്ടും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ 22-ൽ എൻ്റെ ബയോമെട്രിക് വന്നു. അത് കഴിഞ്ഞിട്ട് യാതൊരു അനക്കവും ഇല്ല. ഒരു വർഷം പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് കാശ് തന്നവരൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, ഇനി ഇത് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും, ഞങ്ങളുടെ കാശ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞങ്ങൾ ഉറച്ച്, ആളും ചേട്ടനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ ആൾ പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഉള്ള പൈസ വഴിക്കവലിരിക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഉടമ്പടി പാലിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ 23-ൽ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൾക്ക് ഇത് കിട്ടി, നമ്മുടെ വിളക്ക് പിടിക്കാൻ. അങ്ങനെ അത് പിടിച്ച് വന്നു. ഇവിടെ മാതാവിൻ്റെ സുഗന്ധം ലഭിച്ചു. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നേ. നമുക്ക് എന്തെങ്കിലും ഒരു മിറക്കിൾ വരാനുണ്ട്, അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇത്രയൊക്കെ അനുഭവങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പം, ഞാൻ ചൊവ്വാഴ്ചയായിരുന്നു വന്ന് ഉടമ്പടി പുതുക്കിയത്. വൈകുന്നേരം ആയപ്പം ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, ഞങ്ങളുടെ വിസ അപ്ഡേഷൻ എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വിസ അപ്ഡേഷൻ എത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് അത് കൊടുത്തു. അത് കൊടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും അടുത്ത ടാസ്ക്കായി 3ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം, 5 ലക്ഷം രൂപ കൊടുക്കണം. ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ള പൈസയില്ല. അപ്പം ഞങ്ങൾ ഈ പൈസയ്ക്ക് വേണ്ടി കുറേ അധ്വാനിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു പൈസ ഞങ്ങളുടെ കയ്യിൽ എത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യും? അന്നേരം ഞങ്ങൾ ഇങ്ങനെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഫയലുകളെല്ലാം സബ്മിറ്റ് അവർക്ക് കൊടുത്തു. ഏജൻസി അവർക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ കാശ് കൊടുക്കണം. അപ്പം ഞങ്ങൾക്ക് അവർ കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അവരുടെ ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഞങ്ങൾ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് ഇട്ടിട്ട് അതിന് റിപ്ലൈ ഇല്ല. അപ്പം ഞങ്ങൾ 3 ദിവസം കംപ്ലീറ്റ്, ആൾ ജോലിക്ക് പോയില്ല, ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിരുന്ന് കംപ്ലീറ്റ് ഫുൾ ടൈം ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ഉപവാസം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ കുർബാന അർപ്പണം കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പം സാറിനെ വിളിച്ചപ്പം സാറിന് ഫോൺ എടുക്കാൻ പറ്റില്ല, സാർ ബിസി ആയിരുന്നു. സാറ് ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടു, ഞാൻ നിങ്ങളുടെ ഫയലുകളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ടെൻഷൻ ആവണ്ടെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പം ഞങ്ങൾക്ക് കാശ് തരാനില്ല എന്നുള്ളത് മെസ്സേജ് ഇട്ടിരുന്നു, വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നു. ബാക്കി ഞാനിട്ട എല്ലാ വോയിസ് ക്ലിപ്പും സാറ് കേട്ട്, ഈ വോയിസ് ക്ലിപ്പ് മാത്രം സാറ് കേട്ടില്ല. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, സാറിനോട് ഒന്നും കൂടി നീ വിളിച്ച് പറ, ഇനി സാറ് എന്താ ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വിളിച്ച് പറയണ്ട, സാർ സബ്മിറ്റ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞു. അപ്പം നമുക്കെന്നാൽ ഈശോയോട് ചോദിച്ചു നോക്കാം, ഇത് എന്താ ദൈവമേ നീ എന്താ പറയുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ വചനം എടുത്തു. ജെറേമിയ 43:10 ഞങ്ങൾക്ക് കിട്ടി. അതിങ്ങനെയായിരുന്നു, ഞാൻ ഒളിപ്പിച്ച് വെച്ച ആ കല്ലുകളിൽ ഞാൻ എൻ്റെ സ്വർഗീയ സിംഹാസനം പണിയും, അത് രാജകീയമായ വിധാനമായിട്ട് ഒരുക്കുമെന്ന്. അപ്പം ഞങ്ങൾക്ക് ഉറപ്പായി ഇത് ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് പറയണ്ട ഈ കാര്യമെന്ന്. ഞങ്ങൾ പിന്നെ ഇൻഫോം ചെയ്യാൻ പോയില്ല, ഞങ്ങളുടെ കാര്യം മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പത്രം മേടിക്കുക, പത്രം വിതരണം ചെയ്ത് കഴിഞ്ഞ ഉടനെ ആളുടെ ബയോമെട്രിക് വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി. 2 മാസം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ മെഡിക്കൽ വരുന്നില്ല, വിസ വരുന്നില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പൈസ തന്നവർ വീണ്ടും നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി, വീട്ടുകാർക്ക് ടെൻഷനായി, ഞങ്ങൾക്ക് ടെൻഷൻ അല്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ വിഷമിക്കേണ്ട, സഹനങ്ങൾ വരുമ്പോൾ പ്രതീക്ഷിച്ച് നമുക്ക് ഉറപ്പാണ്, നമുക്കിത് കിട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ നമുക്ക് എത്താറായിട്ടുണ്ട്, അതുകൊണ്ട് സന്തോഷത്തോടെ ഈ സഹനത്തെ സ്വീകരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചായിരിക്കും ആൾ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് മെസ്സേജ് എത്തി, ഞങ്ങൾ 2 പേരുടെ മെഡിക്കൽ വന്നു. മെഡിക്കലിൽ ഞങ്ങൾ പോയി. മെഡിക്കലിന് പോയപ്പം എനിക്കൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലമൊക്കെ പൂശിയാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് എല്ലാവരും കയറി ഇതൊക്കെ ചെയ്തു, എക്സാമിന് കയറ്റി ഓരോന്ന് ചെയ്താൻ തുടങ്ങി. എൻ്റെ വന്നപ്പം അവർ പറഞ്ഞു അവിടെ ഇരിക്കുക, കുറച്ച് സമയം കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇനിയിപ്പോൾ ഇല്ല. അപ്പോൾ വെച്ചാൽ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ചെയ്യണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ചെയ്യണം, ഞങ്ങളുടെ വിസയ്ക്ക് വേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അന്ന് ഒരു അരമണിക്കൂർ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അരമണിക്കൂർ. അപ്പം ഞാൻ ചോദിച്ചു, മാതാവി എന്താ ഇത്ര വൈകുന്ന, എന്താ ഇനി ഇത് പറ്റിയല്ല, ഞാൻ ഉടമ്പടി കാശുരൂപവും പിടിച്ച് തൈലവും തൂത്ത് എല്ലാം ആണല്ലോ ഞാൻ നിൽക്കുന്നത്, എന്നിട്ട് എന്നാ തടസ്സം.
അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു, നിനക്ക് ചെസ്റ്റ് പെയിൻ അല്ലായിരുന്നോ, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അപ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെയ്യാൻ പോയപ്പം ഞാൻ ഭയങ്കര റിലീഫായിട്ടാണ് പോകുന്നത്. വളരെ കൂളായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ചെയ്തു പോകുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ എക്സാം പാസ്സായി. മെഡിക്കൽ എക്സാം കഴിഞ്ഞ് വന്ന് 10ാമത്തെ ദിവസം ഞങ്ങളുടെ വിസ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് വീണ്ടും ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം. അതും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം എന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ ഈശോയും അമ്മയും പറഞ്ഞു, ഇത് ഞങ്ങൾ വഴിയായിട്ടല്ല, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ് ഗ്രേസ്. അതുവഴിയായിട്ട് തന്നെയാണ് ഇത് നടക്കുന്നതിനുള്ള അടയാളമായിട്ടും അതും ഈശോയും അമ്മയും തന്നെ ഞങ്ങൾക്ക് അതിനുവേണ്ട എല്ലാ കാശും എല്ലാ കാര്യങ്ങളും ക്ലിയറായി. ഞങ്ങൾക്ക് എയർ ടിക്കറ്റ് കിട്ടണമായിരുന്നു, അതിനുവേണ്ടി കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അതിന് നല്ല എമൗണ്ട് പൈസയായിരുന്നു പറഞ്ഞത്. അതും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ തന്നെ ആ എയർ ടിക്കറ്റും തന്നു. അങ്ങനെ ഞങ്ങൾ ഈ വരുന്ന ശനിയാഴ്ച കാനഡയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയാണ്. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ആൾക്ക് നല്ലൊരു മേജർ ഇഞ്ചുറി ഉണ്ടായി. അപ്പം ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇനി ആളെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി വളരെ സീരിയസ് ആണ്, ഒരു പൾസൊന്നും കിട്ടുന്നില്ല, ഓപ്പറേഷൻ അവർക്ക് ചെയ്യാൻ പറ്റിയല്ലെന്നാണ് പറയുന്നത്, ഇൻറ്റേർണൽ ഇഞ്ചുറി ആയതുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണെന്നൊക്കെ പറഞ്ഞു. ആ സമയം തന്നെ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ടെൻഷൻ അടിക്കേണ്ടെന്ന്. ആ നിമിഷം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കാശുരൂപത്തെ പിടിച്ച് പറഞ്ഞു, അമ്മേ ഞങ്ങളിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. ആ നിമിഷം തന്നെ ആൾക്ക് പൾസ് തിരിച്ച് കയറ്റി. അന്നേരം തന്നെ ഓപ്പറേഷന് കയറ്റി. ഓപ്പറേഷൻ വിജയിച്ചു. പക്ഷേ ആളുടെ 2 ഷോൾഡറിൻ്റെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് പൊട്ടി മേളോട്ട് കയറിപ്പോയി, ഒന്ന് പൊട്ടി താഴോട്ട് ഇറങ്ങി. അത് 3 മാസം കഴിയാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയരാന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഭയങ്കര പെയിനാണ്. അപ്പം ഈ പെയിൻ അടിച്ച് പുള്ളിക്ക് വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റിയല്ല. അങ്ങനെ ചേച്ചി ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ചേട്ടൻ ഉടുമ്പടി എടുത്തിട്ടുള്ളതായിരുന്നു. അങ്ങനെ അവരുടെ മാതാന തൈലം തൂത്ത് എല്ലാ ദിവസം മാതാന തൈലം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 6 മാസം ബെഡ്റനായിട്ട് ആകുമെന്ന് വന്ന ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ അത് 1 മാസം, അതായത് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എഴുന്നേറ്റിരുന്ന് ആദ്യത്തെ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പം ആൾ സാധാരണ നമ്മുടെ വണ്ടിക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ 3 മാസം 6 മാസം എന്ന് പറഞ്ഞത് 2ാമത്തെ മാസം ആയപ്പോൾ ആൾ ഓക്കെ ആയി. പിന്നെ ചെന്നത് കഴിഞ്ഞപ്പോൾ 2 ഷോൾഡറിൻ്റെ എല്ലുകളും ക്ലിയറായി, ഓപ്പറേഷൻ വേണ്ട, ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 3-ാം മാസം കഴിഞ്ഞപ്പോഴത്തേനും ആൾ പതുക്കെ ജോലികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ ആൾ റെഗുലറായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധ അമ്മ നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ചേട്ടൻ്റെ പെങ്ങളുടെ ഒരു സ്ഥലവിൽപ്പന ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് നോക്കിയിരുന്നതാണ്. ആ സ്ഥലവിൽപ്പന നടക്കാതിരിക്കുമായിരുന്നു. അതും ഈ 2 ആഴ്ച മുമ്പ് പരിശുദ്ധ അമ്മ ഈശോ വഴിയായിട്ട് ആ സ്ഥലത്ത് നല്ലൊരു, ഇപ്പോഴത്തെ ഇതിൽ സ്ഥലത്തിന് വിലക്കുറവാണ്, പക്ഷേ അവരിവിടെ നിയോഗം വെച്ച് ഒരു ഒരു റേറ്റ് ഇട്ടിരുന്നു. അതേ റേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ ആ സ്ഥലത്തിൻ്റെ കച്ചവടം നടത്തി കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ചേട്ടനൊരു ദിവസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിൽ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം പിടിച്ചാണ് ആൾ പോയിരുന്നത്. അപ്പം അത് വന്ന് ബുള്ളറ്റ് വന്ന് ഇടിച്ച് തെറിപ്പിച്ചു. കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു ആൾ പോയിന്ന്. പക്ഷേ ആൾ അന്നേരം തന്നെ ചാടി എഴുന്നേറ്റ് ഒരു കൂളായിട്ട് വന്നു. അവിടെയുള്ള ചെറിയ പോറലുകൾ മാത്രം പരിശുദ്ധ അമ്മ വലിയ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി പ്രായമുണ്ട്. അപ്പം പ്രായത്തിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അമ്മയ്ക്ക് തല കറക്കം ചെന്ന് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിനെ ഇങ്ങനെ പിടിച്ച് വിട്ടു. അത് ശരിക്കും ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രഷറിൻ്റെ ഒരു കുറവ് കൊണ്ട് സംഭവിച്ചതായിരുന്നു തലകറക്കം. അപ്പോൾ അതുവഴി അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, നടക്കാൻ പറ്റുന്ന തലകറക്കം, ഇതൊക്കെ. ഞാൻ കൃപാസനമ്മയോട് പറഞ്ഞു ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അമ്മേ, എൻ്റെ അമ്മയുടെ എല്ലാ അസ്വസ്ഥതകളും എടുത്തു മാറ്റണം, ഇപ്പം ചെയ്തു പോകണമെന്നോ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യണം എന്ന് പറഞ്ഞു. അത് അമ്മ അന്ന് തന്നെ പിറ്റേ ദിവസം ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നിരുന്ന അമ്മ സാധാരണ പോലെ എഴുന്നേറ്റിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല, ഇത് നടക്കുകയില്ല എന്ന് പറഞ്ഞ കാര്യം
നിങ്ങൾ പല കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നിധി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ഞങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. ആദ്യം ഉടമ്പടി എടുത്ത സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് അത്ര അറിയത്തുണ്ടായിരുന്നില്ല, ഞങ്ങൾ അത്രയും ചെയ്യില്ലായിരുന്നു, കുറേശ്ശെയൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഉടമ്പടിയിൽ ഇങ്ങനെ പുതുക്കി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ദൈവാനുഭവം ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ ഞാൻ എന്ത് പ്രശ്നം ഉള്ളപ്പോഴും അമ്മയോട് പറഞ്ഞിട്ട് കിടക്കും, അമ്മേ എൻ്റെ വിസ വന്നിട്ടില്ല, ഞങ്ങളുടെ 2 വിസ വന്നിട്ടില്ല, അമ്മ ഒന്ന് പറ എന്തുകൊണ്ട് ഞങ്ങൾക്കിത് കിട്ടുന്നില്ല, ഒന്ന് സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞ് എൻ്റെ എക്സാമിന് അമ്മ പറഞ്ഞു തന്നപോലെ ഒന്ന് പറ അമ്മേ എന്ന് പറഞ്ഞ് പറയും. അതുപോലെ രാവിലെ ഇതുപോലെ അതേ ടൈമിൽ തന്നെ അമ്മ വന്നിട്ടുണ്ട് പറഞ്ഞു, ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവിടെ ഞാൻ സ്വപ്നം കാണാം. ഞങ്ങൾ എയർപോർട്ടിലെത്തി. അപ്പോൾ നീല വസ്ത്രം ധരിച്ച ഒരു സിസ്റ്ററിന് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ഇപ്പം കടത്തി വിടിയല്ല, അവിടെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ പ്രശ്നം, എന്താ ഡിപ്ലോമാറ്റിക്കാന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് മനസ്സിലായില്ല. അപ്പം നേരം വെളുത്ത് ഞാനെന്നും ചിന്തിക്കുന്നത് എന്താ ഇങ്ങനെ കണ്ടേ, ഇതെന്താ ഇങ്ങനെ കണ്ടേന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കാനഡയിൽ ഇങ്ങനെ ഇഷ്യൂസ് വന്നു, ഇവിടെ നിന്നുള്ള കുറച്ച് പേരെ ഇന്ത്യ എന്ന് പറഞ്ഞു വിട്ടു, ഇന്ത്യക്കാരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു, അതുകൊണ്ട് ഇപ്പം അധികം വിസ പ്രോസസ്സിങ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നന്നായി എനിക്ക് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ രാവിലെ എഴുന്നേക്കും ഇതുപോലെ കിടക്കാമെന്ന് പറയും, അമ്മ ഞങ്ങൾ 2 പേരും തൊടണം, അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണം, ഞാൻ കഴുത്താലേക്ക് സാക്ഷ്യം പറയേണ്ടതാണ് അമ്മ എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അന്നേരം ഞാൻ ഈ കാശിരൂപം എപ്പോഴും ഈ മെഡൽ എൻ്റെ കയ്യിൽ 24 hours എപ്പോഴും ഉണ്ടാവും. ഞാനിതിങ്ങനെ പിടിച്ച് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ആളുടെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടു. ആൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാതാവിൻ്റെ ബ്ലെസ്സിങ് കൂടുതലുണ്ടാകാൻ വേണ്ടി. അപ്പം അമ്മ പിന്നെ എൻ്റെ കയ്യിലില്ല, ഞാൻ സാധാരണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ റൊട്ടീനിൽ ഞാൻ പോവാം. അന്നേരം സ്വപ്നത്തിൽ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, നിൻ്റെ കയ്യിലൊരു മെഡലില്ലേ, ആ മെഡൽ വെച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ, നീ അതെടുത്ത് ഉപയോഗിച്ച് വീണ്ടും പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുക, നിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ആളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് എൻ്റെ കയ്യിൽ വെച്ച്, പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും, പല തടസ്സങ്ങളുണ്ടായിരുന്നു, മെയിനായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന വിസയുടെ തടസ്സങ്ങൾ, അങ്ങനെ എല്ലാ തടസ്സങ്ങളൊക്കെ അന്ന് തൊട്ട് മാറാൻ തുടങ്ങി. പ്രയാസങ്ങളുണ്ടാവും, സഹനങ്ങളുണ്ടാവും, അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളോ ഞങ്ങൾക്ക് വേദനയോ അല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നാളെ വരാൻ പോകുന്നു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ സഹനം എന്നുള്ള വലിയ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങൾ ഒത്തിരിയേറെ കാരുണ്യപ്രവൃത്തി ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഈ വഴിയരികിലുള്ള മക്കൾക്കാണ് അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ രാവിലെ കാണുന്നെങ്കിൽ രാവിലത്തെ കാപ്പി വാങ്ങിച്ചു കൊടുക്കും, ഉച്ചയ്ക്ക് കാണുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരത്തെ കാപ്പി വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ അനാഥാലയങ്ങളിൽ ഞങ്ങൾക്ക് ഒഴിവിട്ടുന്ന സമയങ്ങളിൽ പോയി രോഗികളെ കുളിപ്പിക്കുകയും അവരോടടുത്ത് വർത്തമാനം പറയുകയും ഒക്കെ ഞങ്ങൾ ചെയ്യും. അതുപോലെ രോഗി സന്ദർശനമുണ്ട്. ആൾ പുറത്ത് പോകുമ്പോൾ ജോലി മാറ്റി വെച്ചിട്ട് തന്നെ രോഗികളെ കാണാൻ പോകും. ഇപ്പം ആശുപത്രികളിലൊന്നും ആദ്യം കയറ്റുന്ന പോലെ ഇപ്പം നമ്മളെ കയറ്റില്ല. പക്ഷേ ആൾ ഗേറ്റിനെങ്കിൽ പോയി നിൽക്കും. ഗേറ്റിനെങ്കിൽ പോയി നിന്നിട്ട് അവരോട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വചനം തന്നെ സംസാരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ചില പ്രായമുള്ള അപ്പച്ചന്മാർ കാണും, അവരെ കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, കാശില്ലാത്തവർക്ക് പൈസ കൊടുക്കും. അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആളുടെ ബയോമെട്രിക്കിൻ്റെ തടസ്സങ്ങൾ മാറി ഞങ്ങൾക്ക് കൈ കിട്ടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പത്രം, നമ്മൾ കിട്ടുന്ന 3 മാസത്തെ പത്രമല്ല, അല്ലാതെ തന്നെ മാസത്തിൽ വരും. എന്ത് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് പിറ്റേ ദിവസം ഇവിടെ രാവിലെ എത്തും പത്രം വാങ്ങുക. ഞങ്ങൾ പത്രം വിതരണം ചെയ്യുമ്പോൾ മാതാവിൻ്റെ തൈലം പൂശും, അതുപോലെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും അതിലിടും. ഇട്ടിട്ട് ഞങ്ങൾ അന്നത്തെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഓരോരുത്തരെയും മനസ്സിൽ ധ്യാനിക്കും, പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരാന്നറിയില്ല, ഈശോ ഇത് മേടിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണം, അവരെ ഈശോയുടെ സാക്ഷികളാക്കി മാറ്റണേന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഞങ്ങൾ 2 പേരും കൂടെ പോയി ഉടമ്പടി പത്രങ്ങൾ കൊടുക്കും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പോയി അവർക്ക് ഉടമ്പടി പത്രങ്ങൾ കൃപാസന പത്രം ഞങ്ങൾ വിതരണം ചെയ്യും. പിന്നെ മാതാവിൻ്റെ തൈലം പൂശി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. രോഗം എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. ആ നടുവേദന ഡോക്ടർ 1 മാസം ഫുള്ള് റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് പറഞ്ഞു, കംപ്ലീറ്റ് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ റെസ്റ്റ് എടുക്കാം അങ്ങനെ ഇരുന്നു. ഉടമ്പടി തൈലം പൂശാനുള്ളതിന് മനസ്സിലോട്ട് വന്നു. ഞാൻ തൈലം പൂശിയില്ല.
അങ്ങനെ 1 മാസം 2 മാസം 3 മാസം കണ്ട് എനിക്ക് കട്ടിലേന്ന് എഴുന്നേൽക്കാറായില്ല. അതുപോലെ നടുവേദനയായിരുന്നു. അന്നേരം ഞാൻ പരിശുദ്ധ മാതാവിൻ്റെ ഈ കൃപാസന നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് സൗഖ്യം കിട്ടി. അന്ന് അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ, ഉടമ്പടി ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാൾക്ക് അധികം പ്രായമില്ല, പക്ഷെ നടുവേദനയായിട്ട് കസേരയിൽ ഇരുന്നാണ് അവർ കുളിക്കുന്നത്, അവർ ഈശോ ഈ നിമിഷം സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന്. അതിന് ശേഷം തൊട്ട് എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പണികളും കുനിഞ്ഞും നിവർന്നുമുള്ള എല്ലാ പണികളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഞങ്ങളുടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ വന്നിട്ട് ജോസഫച്ചനെ ഒത്തിരിയേറെ പ്രാവശ്യം കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ജോസഫച്ചൻ ഞങ്ങളോട് പറഞ്ഞു, അപ്പം ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. അന്നേരം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ആദ്യം ജോലി ലഭിക്കും, ജോലി ലഭിച്ചതിന് ശേഷം നിങ്ങൾ കുഞ്ഞുങ്ങളെ നൽകുമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ വിസയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളിവിടെ വന്ന് അച്ഛനോട് പറയും, അച്ഛൻ അത് എത്തിയിട്ടില്ല എന്ന്. അപ്പോൾ അച്ഛൻ പറയും, നിങ്ങൾക്ക് അവിടെ തന്നെയാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്, ഞങ്ങൾ പോകും, അത് കഴിഞ്ഞ് നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയണം, ഞങ്ങൾക്ക് മക്കളെയും തരുമെന്ന്. അപ്പം പരിശുദ്ധ അമ്മ ഇനി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ കൈക്ക് എന്ന പൊന്നുണ്ണിയെ തന്നെ ഞങ്ങൾക്ക് നൽകുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടും ഉറപ്പോടും കൂടി ഞങ്ങൾ പോകുന്ന ഇനിയും ഈ അടുത്താരെ കയറി സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 62:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ ജോയ്സ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. വർഷങ്ങളായിട്ട് വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുകയായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും അവിടുന്ന് മാത്രം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുമെന്നുള്ള വചനഭാഗത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ ഈ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഏതൊക്കെ തടസ്സം നേരിട്ടാലും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവിടുന്ന് മാത്രം ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് പ്രാർത്ഥനയിലും ഉടമ്പടി ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിലുമൊക്കെ ഏർപ്പെടുമ്പോഴാണ് ഈ സഹോദരങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ വെളിച്ചമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടുന്നത്. ഇവരിപ്പോഴും വിശ്വാസത്തോടുകൂടി പറയുകയാണ്, ഇനി ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ഞങ്ങളെ അനുവദിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഈ വിശ്വാസവും ഈ ആഴമായിട്ടുള്ള ബോധ്യവുമാണ് ഓരോ വിശ്വാസിക്കും അവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എത്രത്തോളം താമസിച്ചാലും ഞങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം എപ്പോഴും ഉണ്ടാകുമെന്നും ആ കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുമെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവം പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണങ്ങളെ ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള വലിയ ജ്ഞാനവും ബോധവും ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് വലിയ ബോധ്യങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ കൂടുതൽ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവപിതാവിന് നന്ദി പറയാം. ഈ കുടുംബത്തിന് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.